പെട്ടിയും പൊക്കി കെട്ടി കുടുംബസമേതം വിത്ത് ഫ്രണ്ട്സ് ദേ വർക്കല പോവാണ്. 8 മണി എന്ന് പറഞ്ഞാൽ 8 മണിക്ക് വന്നിരിക്കും. 7:30ക്കല്ല, പഞ്ച്വാലിറ്റി എന്ന് വെച്ചാൽ 8 മണിക്ക് വരുന്നത്. എപ്പം വന്നേ ആതിര ഇവിടെ? ഇന്നലെ രാത്രി ഇവിടെ ആണോ കിടന്നേ? രാവിലെ 7:30 ആകുമ്പോൾ യാത്ര തുടങ്ങുമെന്ന് പറഞ്ഞ ഞങ്ങൾ ഏകദേശം 8:30 ആയിട്ടാണ് തുടങ്ങിയത്. ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല, ഉത്തരവാദിത്തം ഇല്ലാത്ത പിള്ളേരാണ്. ഇതാണെന്ന് ഞങ്ങൾ പോകുന്ന ബസ് സുൽത്താൻ. ഞങ്ങളുടെ സാരഥി ശ്രീനി ചേർന്നു. ഈ കെട്ടും കെട്ടി കുറച്ചെണ്ണം പോവാം, മിനി ഗോവ കാണാൻ. പോയിട്ട് വന്നാലോ? നല്ല ചൂടാ, പറ്റിയ സമയം, പോയിട്ട് വരാം. 8 മണിക്ക് വണ്ടി പാലത്തിൻ്റെ അടിയിൽ നിന്ന് പുറപ്പെടുമെന്ന് പറഞ്ഞതാണ്. 7:59 ഞാനെത്തി. ഒറ്റൊരെണ്ണം എത്തിയിട്ടില്ല. ആ വാതിരം ഇന്നലെ രാത്രി തൊട്ട് ഇവിടെ കിടക്കുന്നതുകൊണ്ട് അവൾ മാത്രം വന്നു. 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നീ രാവിലെ വിളിച്ചപ്പോൾ എപ്പം വരാന്നാ പറഞ്ഞേ? ഞാൻ 9 മണി ആവുമെന്ന് പറഞ്ഞപ്പോൾ നീ എന്നോട് എന്താ പറഞ്ഞേ? 9 മണി ആകത്തില്ല, 9 മണി ആയില്ല, 8:30 ആയതേ ഉള്ളൂ. എന്താ അരമണിക്കൂർ താമസമുള്ളൂ. കുഞ്ഞെവിടെ? കേറിക്കോ. ഞാനത് നോക്കി കുഞ്ഞെന്ത് ചെയ്യുന്നു? കൊടുത്തു. പ്രായമായി തുടങ്ങിയ എല്ലാ ദീനങ്ങളും എനിക്കുണ്ടായിരുന്നു. സൗണ്ട് കേൾക്കുമ്പോൾ തലവേദന, ഛർദ്ദിക്കാൻ വരുന്നു, എന്തൊക്കെയോ അസ്വസ്ഥത. തുടക്കത്തിൽ തുടങ്ങിയ ആവേശം ഒന്നും വണ്ടി വിട്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2-2.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ എത്തേണ്ട ഇടത്ത് എത്തി. അതെ, ഞങ്ങളുടെ റിസോർട്ടിൻ്റെ പേരും അത് തന്നെയായിരുന്നു, ഇടം. റിസോർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വീട് ഞങ്ങൾക്ക് മാത്രം എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരു ഫുൾ ഡേ. ഇതാവുമ്പം മറ്റാർക്കും ശല്യം ഉണ്ടാവത്തില്ലല്ലോ. നല്ലൊരിടം, അത്ര തന്നെ. വന്നിരുന്നപ്പം തന്നെ ഞങ്ങൾ ഗെയിം മോഡ് ഓണായി. ചിലർ ചീട്ട് കളി, ചിലർ ലൂഡോ കളി, ചിലർ ക്യാരംസ് പോട്ട് മറ്റേ എങ്ങനെ കോയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് കളിക്കുന്നില്ല, അത് യാത്ര ചെയ്തു വന്നുകൊണ്ടാണെന്നറിയില്ല, നല്ല ചൂടുണ്ടായിട്ടും ഈ സ്ഥലത്ത് നല്ല തണുപ്പായിരുന്നു. മാവിൻ്റെ തണലും നല്ലൊരു തണുത്ത കാറ്റും. പക്ഷെ ബീച്ചിൻ്റെ സൈഡൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 900 മീറ്ററോളം പോകണം നമുക്ക്. അത് പോകാൻ വേണ്ടിയുള്ള സൗകര്യം അവർ തന്നെ ഒരുക്കി തന്നത് കൊണ്ട് നമുക്കത്ര വലിയ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അവിടുന്ന് ഞങ്ങൾ വൈകിട്ടത്തേക്ക് ബീച്ചിലോട്ട് ഇറങ്ങി. സൂക്ഷിച്ചും കണ്ടു ഇറങ്ങിയില്ലെങ്കിൽ പല്ലിൻ്റെ എണ്ണം പൊഴിയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് നല്ലതുപോലെ സൂക്ഷിച്ചും കണ്ടു ഇറങ്ങിയത്. ഞാനൊരു പത്തനംതിട്ടക്കാരി ആയതുകൊണ്ട് വളരെ മിസ് ചെയ്യുന്നൊരു സാധനമാണ് ദാ എൻ്റെ മുമ്പിലുള്ള ഈ കടൽ. ഒന്ന് കടൽ കാണണമെങ്കിൽ ഒന്നുകിൽ ആലപ്പുഴ വരണം, അല്ലെങ്കിൽ കൊല്ലത്ത്. 3:30 വന്ന ഞങ്ങൾ ഏകദേശം സൺസെറ്റും കഴിഞ്ഞ് 6:45-7 മണിയോളം അടുത്താണ് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് കയറിയത്. അമ്മാതിരി വെള്ളത്തിച്ചാട്ടമായിരുന്നു എല്ലാ എണ്ണവും.
ഒറ്റ മൈൻഡ് ആയതുകൊണ്ട് ആർക്കും വെള്ളത്തിൽ നിന്ന് കയറാൻ തോന്നിയതുമില്ല. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഓളം തട്ടി അവിടെ നിന്നു. ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല സൺസെറ്റ്. ആകാശം മൊത്തം ചുമപ്പാൽ പടന്നു കിടക്കുന്നു. കൃത്യമായിട്ടും തിരിച്ചു വരാൻ തോന്നുന്നേ ഇല്ലെന്ന് കടലിൽ കിടക്കണേ തോന്നുന്നു. മഴ പെയ്യുന്നു. പോയിട്ടേ ഇറങ്ങി കുളിച്ചു. തിരിച്ച് കയറാൻ കഷ്ടപ്പെട്ട ഒരു പെടാപ്പാടുണ്ടല്ലോ. ദാ ഇമ്മാതിരി കുത്തനെ കയറ്റം. റൂമിൽ വന്ന് ഫ്രഷ് ആയതിനു ശേഷം ക്ലിഫിൽ പോകാൻ റെഡിയായി. ദേ അവിടെ ഞാൻ മുമ്പിൽ റെഡിയായി നിന്നു. അല്ലെങ്കിൽ എനിക്കൊരുങ്ങാൻ വലിയ താമസമൊന്നും ഇല്ലെന്നേ. ക്ലിഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് ചെറുതായിട്ട് ബോറടിച്ചു തുടങ്ങി. ഇതിലും നല്ലത് റൂമിൽ വല്ല അന്താക്ഷരിയും കളിച്ചിരിക്കുന്നതാണെന്ന് തോന്നലും തോന്നി. ഏകദേശം 10-10:45 ആയി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ അവിടെ നിന്ന് തന്നെ ഫുഡും കഴിച്ച് നേരെ റൂമിലോട്ടങ്ങ് ചാടി. ഇതിൻ്റെ പാർട്ട് ഉണ്ട് കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്തോണേ.